ഹലോ ഗായ്സ്, വെൽക്കം ടു ത്രിനിക മറിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു റെഡ് വെൽവെറ്റ് കേക്കിന്റെ വീഡിയോ ആണ് കേട്ടോ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് ഇടാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞങ്ങളിത് 250 ഗ്രാമിന്റെ കേക്ക് മിക്സ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ദാ ഈ വീഡിയോ കാണുന്ന ബ്രാൻഡിന്റെ ആണ് കേട്ടോ ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. ഇതിന്റെ ബാക്കിൽ തന്നെ അതിന്റെ ഇൻസ്ട്രക്ഷൻസും എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെ വേണം ബേക്ക് ചെയ്യാൻ എന്നുള്ളതെല്ലാം. പിന്നെ അതിന്റെ തന്നെ മുകളിലായിട്ട് വേറെ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണമെന്നും എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുള്ളും ഇതിനകത്ത് പറഞ്ഞ രീതിയിലാണ് കേട്ടോ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെടുത്ത പാന് മാത്രം കുറച്ച് വലുതായിരുന്നു. ഇതിനകത്ത് ചെറിയ പാൻ എടുക്കാനെന്നാണ് പറഞ്ഞത്, പക്ഷെ ഞങ്ങൾ കുറച്ച് വലിയ പാനാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ ചെറിയ അവർ പറഞ്ഞ മെഷർമെന്റിലെ പാൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ കേക്ക് ചെയ്യുമ്പോൾ എല്ലാം റൂം ടെമ്പറേച്ചർ ആയിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് പാത്രങ്ങളിലെല്ലാം വെള്ളം നനവില്ലാതെയൊക്കെ നോക്കണം കേട്ടോ. നന്നായിട്ട് കഴുകി തുടച്ചൊക്കെ എടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. വെള്ളം നനവ് തീരെ പാടില്ല കേട്ടോ കേക്ക് ചെയ്യാൻ നേരത്ത്. അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് 2 മുട്ട എടുക്കണമെന്നായിരുന്നു കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് 6 ടേബിൾ സ്പൂൺ വാട്ടറും 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലുമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് പറഞ്ഞ രീതിയിൽ തന്നെ അതും അങ്ങ് ചെയ്തു കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. വളരെ നന്നായിട്ട് തന്നെ ഞങ്ങൾ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. 5 to 10 മിനിറ്റ് വരെ എടുത്താണ് കേട്ടോ മിക്സ് ചെയ്തത്. ആ മുട്ടയും വെള്ളവും എണ്ണയും എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടുന്ന രീതിയിലാണ് മിക്സ് ചെയ്തെടുത്തത്. എന്നിട്ട് ഈ കേക്കിന്റെ മിക്സ് അതിനകത്തോട്ട് ചേർക്കാൻ പോവുകയാണ്. ഇത് കുറച്ച് ടൈറ്റായ കാരണം പൊട്ടിക്കാൻ കുറച്ച് പാടുപെട്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് 50 ഗ്രാം വിപ്പിംഗ് ക്രീമിന്റെ പൗഡറും പിന്നെ ഫ്രീ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ കുറച്ച് വീതം ഇട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 4 തവണയൊക്കെ ആക്കി ഇട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ മിക്സ് ചെയ്തെടുത്തത്. പൗഡർ ആയതുകൊണ്ട് തന്നെ അകത്ത് ചെറുതായിട്ട് കട്ട പിടിച്ചിട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം നന്നായിട്ട് ഇളകി മെൽറ്റ് ആവുന്ന രീതി കുറച്ച് വീതം ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്.
ഇവിടെ ഇപ്പൊ കേക്കിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങൾ എടുത്തിരിക്കുന്ന പാൻ. ഈ പാനിനകത്താണ് ചെയ്യുന്നത്. അതിനകത്ത് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒഴിച്ചിട്ട് ബട്ടർ പേപ്പർ അതിനുള്ളിലോട്ട് വെക്കുവാണ് ചെയ്തത്. ഞങ്ങളിത് ഗ്യാസിലാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓവനിനകത്തും ചെയ്യാം, പക്ഷെ ഞങ്ങൾക്ക് ഗ്യാസിൽ ചെയ്യുന്നത് നല്ലതെന്ന് തോന്നിയാണ് ഞങ്ങൾ ഗ്യാസാണ് കേട്ടോ എടുത്തത്. ഞങ്ങൾ ഈ പാത്രത്തിലാണ് കേട്ടോ ചെയ്യുന്നത്. അതിനകത്ത് വളയം വെച്ചിട്ട് അങ്ങനെ കേക്ക് അതിൻ്റെ പുറത്ത് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുക്കറിൽ ചെയ്യുന്നവരുണ്ട്. കുക്കറിൽ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളതിനകത്ത് ചെയ്യാം. അപ്പം കുറച്ച് നേരം പ്രീ ഹീറ്റ് ചെയ്യണ്ടേ പാത്രം. അപ്പം അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുവാണ് കേട്ടോ. ഞങ്ങളൊരു 5 മിനിറ്റോളം ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ കേക്കിന്റെ മിക്സ് എടുത്ത് ആ പാനിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കേക്ക് മിക്സ് ചെയ്യുമ്പം ഒരേ ഡയറക്ഷനിൽ മാത്രം മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഡയറക്ഷൻ മാറ്റി മാറ്റി മിക്സ് ചെയ്യാതെ ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രം മിക്സ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ബട്ടർ പേപ്പർ ആ പാനിലോട്ട് വെച്ച് ഒരു 5 മിനിറ്റോളം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഈ മിക്സ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്.
എന്നിട്ട് അതിലെ എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഞാൻ കുറച്ചൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ ഞാൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഉള്ളിലോട്ട്. മഴ സമയമാകുമ്പോഴേക്കും ക്ഷണിക്കാതെ വീട്ടിലേക്ക് വരുന്ന കുറച്ച് അതിഥികളുണ്ടല്ലോ, ഈച്ചകളുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അത് ഇച്ചിരി ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എയർ ബബിൾസ് നന്നായിട്ട് പോകുന്നവരെ ആ ടൂത്ത് പിക്കിട്ട് ഉള്ളിലൂടെ ഇളക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് പോയെന്ന് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഞാനത് അടുപ്പിലേക്ക് വെച്ചത്. ആ വീഡിയോ ഫുള്ളും കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാകും കുറച്ച് പാടുപെട്ടിട്ടാണ് എൻ്റെ മൂടി ഒന്ന് തുറന്നു കിട്ടിയത്. കാരണം 5 മിനിറ്റ് കൂടുതൽ നേരം പ്രീ ഹീറ്റ് വെച്ചത് കൊണ്ട് നല്ല ചൂടായിട്ടുണ്ടായിരുന്നു. അകത്ത് ബാറ്ററി വെക്കാൻ നേരത്തും നല്ല ആവി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന വീഡിയോ ബേക്ക് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഏകദേശം ഒരു 40 മിനിറ്റോളം ഞങ്ങൾ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് അകത്ത് കുത്തി നോക്കി കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ, അതുവരെ നമുക്ക് വേറൊരു പണി ചെയ്യാം. ഇനി നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിനകത്ത് വെള്ളം ഒഴിച്ച് 100 ml വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തത്. അതിനകത്ത് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് കേട്ടോ ഞങ്ങൾ ഇട്ടത്. അതിനകത്ത് 3 തൊട്ട് 4 ടേബിൾ സ്പൂണാണ് പഞ്ചസാരയുടെ അളവ് പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് പഞ്ചസാര കുറച്ച് മതിയെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് പഞ്ചസാര ഞങ്ങൾ എടുത്തുള്ളൂ. അപ്പോൾ ഷുഗർ സിറപ്പ് തിളച്ചിട്ടിട്ടുണ്ട്. ഇനി അത് റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം ഞങ്ങൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കാമെന്ന് കരുതി. ആദ്യം ബീറ്റർ ഉപയോഗിച്ച് ചെയ്യാമെന്ന് കരുതി കേട്ടോ. പിന്നെ മിക്സിയിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ മിക്സി ചെയ്യുന്നത്. 100 ml മിൽക്കാണ് കേട്ടോ അതിനെടുക്കുന്നത്. ചിൽഡ് മിൽക്കാണ്, നല്ല തണുത്തിട്ടുള്ള മിൽക്ക്. ഞങ്ങളിത് എടുക്കാമെന്ന് വിചാരിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ മിക്സിയുടെ ജാർ 1 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസറിൽ വെച്ചൊന്ന്
കൂളാക്കി എടുക്കണം. പക്ഷെ ഞങ്ങളത് ചെയ്യാൻ മറന്നുപോയി. ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് മിക്സിനകത്ത്. ബീറ്ററിനകത്ത് ചെയ്തപ്പോൾ സക്സസ് ആയിരുന്നു, നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മിക്സിയിൽ ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്രയും കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നേരത്തെ കണ്ടതാണ് ആ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പം ഞങ്ങൾ ആ ഷുഗർ സിറപ്പെല്ലാം ഞങ്ങൾക്കൊന്ന് റൂം ടെമ്പറേച്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കേക്കിനകത്തോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ഒന്ന് ചെറിയ സിമ്പിൾ ഡെക്കറേഷൻ ചെയ്യാമെന്ന് കരുതി നോക്കിയപ്പം കേക്ക് ഞങ്ങൾ വിചാരിച്ചത്ര പൊങ്ങിയില്ലെന്നല്ല, പൊങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ വെച്ച ബട്ടർ പേപ്പറിന് പൊക്കമില്ലാത്തതുകൊണ്ട് പൊക്കം ഉണ്ടായിരുന്ന ഭാഗത്തെ കേക്കാണ് കേട്ടോ പൊങ്ങിയത്. മറ്റേ സൈഡിലുള്ളതും പറയാൻ മാത്രം പൊങ്ങിയില്ല. പിന്നെ ഞങ്ങളടുത്ത പാനും കുറച്ച് വലുതായിരുന്നല്ലോ, അതുകൊണ്ടും പിന്നെ വീട്ടിലത്തെ ആവശ്യത്തിനല്ലേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മതിയെന്ന് വിചാരിച്ചു. കേക്ക് ഇങ്ങനെയൊക്കെ അലങ്കരിച്ച് ചെയ്യണമെന്നുള്ളത് എൻ്റെ അനിയത്തിയുടെ പ്ലാനായിരുന്നു കേട്ടോ. എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, കാരണം എങ്ങനെയൊക്കെ കേക്ക് ക്രീം വെച്ച് കഴിക്കുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ താല്പര്യം. അവൾക്ക് പക്ഷേ ഡിസൈൻ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇത് ഞങ്ങൾ പണ്ടെപ്പോഴോ മേടിച്ചതാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ. അത് അവൾ ഇരുന്നെടുത്തുനിന്ന് പോയി തപ്പിപ്പിടിച്ചെടുത്ത് വൃത്തിയാക്കിയൊക്കെ വെച്ച് കേട്ടോ, ഒന്ന് ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൾ ചെയ്ത ഡിസൈനിൽ അത്ര ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. നോക്കിയപ്പം അവിടെ ഇവിടെയായിട്ട് ചെറിയൊരു ഫ്ലവർ പോലെ എന്തോ അങ്ങനെയാണ് അവൾ ചെയ്തത്. പക്ഷെ ഞാൻ ചിന്തിച്ചത് ഈ ക്രീം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കഴിക്കുന്ന എല്ലാവർക്കും ഒരു ക്രീം കിട്ടുമെന്നാണ്. അങ്ങനെ അവൾ ചെയ്ത ഡിസൈൻ ഞാൻ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അവൾക്ക് ആ ഡിസൈനിൽ തന്നെ കഴിക്കണമെന്നൊന്നും നിർബന്ധമില്ലായിരുന്നു. അവൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഡിസൈൻ ചെയ്യണമെന്ന്. അതിന് പിന്നെ ഒരു അവസരം ഒരുക്കി കൊടുത്തു, അത്രേ ഉള്ളൂ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ഈ കണ്ടതാണ് ഞാൻ ചെയ്ത ഫൈനൽ ലുക്ക്.